ഇപ്രാവശ്യം പോർച്ചുഗൽ കപ്പടിച്ചിരിക്കണ എല്ലാവർക്കും മന്തി. ഇവിടെ ഇത്രക്കാരും ആൾക്കാരുണ്ട്. ഇവിടെ അധികം ഉള്ളത് ബ്രസീലും പിന്നെ അർജന്റീനയാണ്. ഇവിടെ ആകെ പോർച്ചുഗലായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു അഭിമാനം എനിക്കുണ്ട്. ഇതാ പോർച്ചുഗലിന്റെ സ്വന്തം കൊടി. ഓക്കെ, ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ വേൾഡ് കപ്പ് ഇനിയിപ്പോ 2-3 ദിവസം കൊണ്ട് ഇനി തുടങ്ങും. അപ്പോ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ പോർച്ചുഗൽ ഫാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് കുറച്ച് ബ്രസീൽ ഫാൻസ് എല്ലാം ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാവർക്കും വീഡിയോയിൽ വരാൻ കുറച്ച് മടിയുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ബ്രസീലിന്റെ കൊടിയെല്ലാം ഇങ്ങനെ കെട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്കായോണ്ട് ഇവരെല്ലോ ബ്രസീൽ ഫാൻസ് എല്ലോ കൊടീന്റെ ഇത് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് കെട്ടുന്ന ഇതിലേക്ക് കിടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ പോർച്ചുഗലിന്റെ സ്വന്തം കൊടി. ഓക്കെ, ഇതാ ഇവിടെ കുറെ ആൾക്കാരുടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക. ഇവിടെ ഇത്രക്കാരും ആൾക്കാരുണ്ട്. ഇവിടെ അധികം ഉള്ളത് ബ്രസീലും പിന്നെ അർജന്റീനയാണ്. ഇവിടെ ആകെ പോർച്ചുഗലായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു അഭിമാനം എനിക്കുണ്ട്. പിന്നെ ഇത് ആടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാ. അവിടെ ഒരു ബ്രസീലിന്റെയോ അർജന്റീനയോ കൊടിയുണ്ട്. ഇതുവരെ ഇവിടെ ഒറ്റ കൊടിയില്ലേനും പോർച്ചുഗലിന്റെ. അപ്പൊ ഞാൻ വിചാരിച്ച് കെട്ടുമ്പോ എന്താ പറയാ, ഭയങ്കരമായിട്ട് കെട്ടണം. അതുകൊണ്ട് എന്റെ പുരേന് മുമ്പ് തന്നെ ഒരു കൊടി കെട്ടുന്ന. പിന്നെ ഉപ്പ പറഞ്ഞിക്ക് ഞാൻ പുരേന്റെ മുമ്പിലൊരു കൊടി കെട്ടിയാണ് ഉപ്പ ബ്രസീലിന്റെ കൊടി കെട്ടുന്നത്. അപ്പൊ ഉപ്പ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉപ്പാക്കളെ, അപ്പൊ നിങ്ങളൊരു കൊടി മേടിച്ചു വെച്ചോ. അപ്പൊ നമുക്ക് കൊടി കെട്ടുന്നതിൽ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ പോർച്ചുഗലിന്റെ കൊടി പൊന്തിയുണ്ട്. ഇതാ സഹായിക്കാൻ വേണ്ടിട്ട് ബ്രസീൽ ഫാൻസ്, അർജന്റീന ഫാൻസ്. ഇതാ നമുക്ക് ഇവരോടെല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം, ഇന്ന് ആര് കപ്പടിക്കും. ഇവനേതിനു അല്ല, അങ്ങനല്ല, ഇത് ടീമേതാ? വാ, ഒരു അത് സാരില്ല. ആരടിക്കൂ? അർജന്റീന. ഇനി ആരടിക്കുന്നത്? ഇവിടെ ബ്രസീൽ അർജന്റീന അടിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം അറിഞ്ഞൂടെ പോർച്ചുഗൽ അടിക്കുള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും കമന്റ് ആരടിക്കും, കപ്പടിക്കുമെന്ന്. ഇപ്പോ അർജന്റീന ഫാൻസ് ലൈറ്റ് ബ്ലൂ മറ്റേ ലവിന്റെ ഇമോജി, പിന്നെ ബ്രസീൽ ഫാൻസ് ഗ്രീനും, പിന്നെ പോർച്ചുഗൽ ഫാൻസ് റെഡ് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരാ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ. ആരും കമന്റ് ചെയ്യാൻ നിൽക്കൂല, എന്നാലും ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഗൈസ്, പോർച്ചുഗൽ ഫാൻ എന്ന നിലയിൽ ഇവിടെ ഒരു കൊടിക്കും ഇല്ലാത്തൊരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. തോരണം. ഇത് മാഹി MF എന്ന് മേടിച്ച 100 രൂപയ്ക്ക് 10 മീറ്ററുള്ള ഒരു സാധനം. അപ്പൊ ഇത് പോർച്ചുഗൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ നാട്ടിലെ മെയിൻ താരത്തിനോട് നമുക്ക് ചോദിക്കാം, ആരുമില്ല, നമ്മൾ അർജന്റീന ഫാനാണ് കൊടി കെട്ടുന്നത്. എന്ത് പറഞ്ഞാലും പോർച്ചുഗൽ കപ്പടിച്ചോളൂ. ആര് കപ്പടിക്കുന്ന അറിയത്? നമ്മൾ അർജന്റീന. ഉറപ്പാ? ഉറപ്പ്. ബെറ്റുണ്ടാ? ബെറ്റ് ആരോടി? എന്നൊക്കെ നമ്മള് പിന്നെ ഇവിടെ ഞാൻ മാത്രമല്ല, കുറച്ച് ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാരെന്ന് വെച്ചാൽ കുറച്ചൊന്നുമില്ല, ആകെ 2-3 ആൾക്കാരുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ ഇതൊന്നുമില്ല. പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ട് ബ്രസീലും അർജന്റീന എല്ലാ ടീമും സപ്പോർട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇവരില് ബ്രസീലും അർജന്റീന ഫാൻസ് അല്ല ഇപ്പൊ എനിക്ക് കൊടി കെട്ടി നിൽക്കുന്നത്. അല്ലാണ്ട് എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കൂല. അപ്പൊ ഇതാ ഇങ്ങനെ ഫ്ലാഗിന്റെ കെട്ടൽ ഇതാ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇതാ കുറെ അർജന്റീന ബ്രസീൽ ഫാൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെ പോർച്ചുഗലിലെ ഈ പ്രാവശ്യം കപ്പടിക്കുക? കപ്പടിക്കാൻ ചാൻസ് ഇല്ല. എന്നാ ഇവിടെ നോക്കണ്ട, ഇവിടെ ആരോടും ചോദിക്കണ്ട, എല്ലാവരും കപ്പടിക്കൂല എന്നാ പറയാ. അപ്പൊ ഞാൻ മാത്രം പറയുന്നത്, ഈ പ്രാവശ്യം പോർച്ചുഗൽ കപ്പടിച്ചിട്ട് എല്ലാവർക്കും ഒന്നും വേണ്ട. കപ്പടിച്ചിട്ടുണ്ടെങ്കില് എല്ലാവർക്കും കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മന്തി. അപ്പോ എല്ലാരും കപ്പടിക്കാൻ പ്രാർത്ഥിക്കുക.
ഇതിപ്പോ ഇതാ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ 1 2 3 4 5 6 7 ഇതാ 8 9 പിന്നെ ഇതാ 10. ഈ 10 ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കുള്ളൂ. ഇതിനപ്പുറം വേറെ ആർക്കും മേടിച്ചു കൊടുക്കൂല. അത് ഞാൻ മുൻകൂട്ടി ജാമ്യം ചെയ്യുന്നു. അല്ല ആ സമയത്ത് പിന്നെ വേറെ ആരും കൂടിയത് അതാ ഇപ്പൊ വീഡിയോ എടുത്ത് പറഞ്ഞു. ലാസ്റ്റ് ഏതെങ്കിലും ടിപ്പറാറ്റം വന്നിട്ട് ലാസ്റ്റ് ഒറ്റ പൊട്ടിച്ചതായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതാ നമ്മളെ തോരണം ഉണ്ട് ഇവിടെ. ഇതാ കാണിച്ചു സത്യം നിങ്ങളെ കാലിലടി ഞാൻ ഫ്രാൻസ് അല്ല എംബാപ്പെ. നമ്മള് റൊണാൾഡോ കഴിഞ്ഞിട്ട് പിന്നെ എംബാപ്പയാണ്. ഫ്രാൻസ് എന്നാലും പുറത്താവുന്നില്ല. നമ്മൾ ഫൈനലിൽ വരെ എത്തും. അപ്പൊ ഇതാ ഇവിടെ ഫ്ലാഗെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇപ്പുറത്ത് കാണിച്ചു കൊടുക്കും. ഇതാ ഇവിടെ തോരണം കെട്ടി നിൽക്കുന്നുണ്ട്. എന്താ ക്ലിയർ ഉണ്ട്. എന്നാ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. നല്ല എനിക്ക് വീട് നിങ്ങൾക്ക് കൊടി കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ലോകം അപ്പുറത്തുണ്ടാവുക. ഞാൻ പിന്നെ ഒരു ദിവസം എന്തായാലും അതിന്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇപ്പൊ ഒരു സന്ധ്യാവേനായ ഒരു ക്ലിയർ കുറവുണ്ട്. ഇല്ല ഷോക്കടിച്ച ഒരു കട്ടോട്ട് കൊണ്ടു നോക്കിക്കോളെ. ഷോക്കടിച്ച അതേപോലെ എല്ലാരും 100 രൂപ ഇടുക ആദ്യന്റെ കട്ടൗട്ടിന് വേണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ ഇതാ വെള്ളം കൂടിയിട്ടാണ് എനിക്ക് ഈ ഇതെല്ലാം ഫ്ലാഗും ഇതെല്ലാം കെട്ടിത്തന്നത്. കുറച്ചങ്ങോട്ട് തന്നോ കറക്റ്റ് മുഴുങ്ങണ്ടേ. ഇതാ ഇവരെല്ലോ ഇനിയിപ്പോ കുറച്ച് നമ്മൾ ചിലപ്പോ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ചിലപ്പോ എടുക്കൂ. അല്ലേ, മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടാവില്ലേ? വലിയ സ്രാവെല്ലാം പിടിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. അല്ലേ, കിട്ടുന്നെങ്കിൽ ഇതൊക്കെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഫാൻസുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുക ഒരേ ടീമിന്റെ ലോഗോന്റെ കളർ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം.